വാട്സാപ്പിൽ പേഴ്സണൽ സ്റ്റിക്കേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിക്കർ മേക്കർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഐക്കൺ കാണാം. നിങ്ങൾ ഈ സ്റ്റിക്കർ മേക്കർ എന്ന് പറയുന്ന ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ക്രിയേറ്റ് ന്യൂ സ്റ്റിക്കർ പാക്ക് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. അത് സ്റ്റിക്കർ പാക്കിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ABC എന്നാണ് പേര് കൊടുക്കുന്നത്. മൈ ഫോട്ടോ അതല്ലെങ്കിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കൊടുത്ത് അത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഞാനിത് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ഈ ABC എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തോട്ട് കയറും. ഇനി ഇതിൽ ചെയ്യേണ്ടത് ട്രൈ ഐക്കൺ എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതൊരു ഹെഡറാണ്. ഇതിൽ 3 തരത്തിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഒന്നെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അതല്ലെങ്കിൽ സെലക്ട് ഫയൽ മാനേജറിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഗാലറിയിൽ പോയിട്ടാണ് ഞാനത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗാലറി തുറന്ന് ഇപ്പോൾ ഞാൻ ഇതിലൊരു സ്റ്റാർ ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇത് നമുക്ക് സ്റ്റാറിൻ്റേതായിട്ടുള്ള ആ ഒരു തരത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ വിരൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ കാണിക്കുന്നത് പോലെ നമുക്ക് വരച്ചെടുക്കാം. നമ്മളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നമുക്ക് അത് എടുക്കാം. ഞാനത് സേവ് ചെയ്യാണ്. ഇത് ഹെഡറാണ്. ഇനി മിനിമം 3 ഫോട്ടോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ അതൊരു സ്ക്വയറായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഞാനത് വീണ്ടും ട്രൈ ചെയ്യണം. സ്ക്വയറായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇത്ര ഭാഗം ഞാൻ സേവ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഞാൻ അടുത്തൊരു ഫോട്ടോ എടുക്കണം. ഇത് ഞാൻ സർക്കിളായിട്ടാണ് ഞാൻ ഇത്ര ഭാഗം മാത്രം ഞാനത് സേവ് ചെയ്തു. ഇനി അടുത്ത ഫോട്ടോ ഇത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വിരലുകൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത്ര ഭാഗം ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ മിനിമം 3 ഫോട്ടോസ് നമ്മളിതിൽ സേവ് ചെയ്യണം. അപ്പോൾ ഇതിൽ ആഡ് ടു വാട്സപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ 2 ആപ്ലിക്കേഷൻ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഡുവൽ ആപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഈ രണ്ടാമത്തെ ഇതിലാണ് ഞാനത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പിൽ ഇത് ആഡ് ചെയ്യും. ഇനി ഞാൻ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ കാണുന്ന സ്മിലേഴ്സിലുണ്ട്. ഇതിൻ്റെ താഴെ ജിഫ് എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഹെഡറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്റ്റാർ ഇതിൽ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കാം. നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്കിതിൽ വന്നു. ഇതിൽ നമുക്ക് എത്ര ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്റ്റിക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ അയക്കുകയാണ്. ഇതുപോലെ നമ്മുടെ സ്വന്തം ഫോട്ടോസ് ഇപ്പോൾ ആരുടെ ഫോട്ടോസ് വേണമെങ്കിലും നമുക്കിതുപോലെ സേവ് ചെയ്യാനോ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്